എടാ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇന്ന് എത്ര സമയം ഫോണിൽ സ്ക്രോൾ ചെയ്തു? 10 മിനിറ്റോ, 30 മിനിറ്റോ, 1 മണിക്കൂറോ? പക്ഷേ പുസ്തകം തുറന്നപ്പോൾ എന്തു തോന്നി? കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. എടാ, ആ കുറച്ച് കഴിഞ്ഞ് എന്നൊരു വാക്ക് എത്ര സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയതെന്നറിയാമോ? PSC എഴുതുന്നവൻ ലക്ഷക്കണക്കിനുണ്ട്, UPSC എഴുതുന്നവൻ ലക്ഷക്കണക്കിനുണ്ട്. പക്ഷേ റാങ്ക് വാങ്ങുന്നത് കുറച്ച് പേർ മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് നിനക്കുള്ളതിനേക്കാൾ വലിയ തലച്ചോറൊന്നും ഉണ്ടായതുകൊണ്ടെന്നല്ല. നീ ഉറങ്ങുമ്പോൾ അവർ പഠിച്ചു, നീ എക്സ്ക്യൂസസ് പറഞ്ഞപ്പോൾ അവർ പുസ്തകം തുറന്നു, നീ നാളെ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്ന് തുടങ്ങി. അതാണ് വ്യത്യാസം. എടാ, ഒരു സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ദിവസത്തിൽ 5-6 മണിക്കൂർ റീൽസ് കണ്ടാൽ അത് സ്വപ്നമല്ല, വെറും ആഗ്രഹമാണ്. സ്വപ്നം കാണുന്നവർ സംസാരിക്കും, പക്ഷേ വിജയിക്കുന്നവർ പഠിക്കും. ഓർമ്മിക്കണം, ഇപ്പോൾ നീ പഠിക്കാത്ത ഓരോ മണിക്കൂറിലും എവിടെയോ നിൻ്റെ ഒരു കോമ്പറ്റീറ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് വന്ന ദിവസം നീ ചോദിക്കും, അവനെങ്ങനെ കിട്ടി? ഉത്തരം വളരെ ലളിതമാണ്. നീ മടി പിടിച്ച സമയത്ത് അവൻ പഠിച്ചു. അതുകൊണ്ട് ഇന്നത്തെ ചലഞ്ച്, ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഫോൺ മാറ്റി വയ്ക്കുക, പുസ്തകം തുറക്കുക, ഇന്നത്തേക്കുള്ള ടാർഗറ്റ് എഴുതി വയ്ക്കുക. ടാർഗറ്റ് തീരുന്നതുവരെ എഴുന്നേൽക്കരുത്. ഇവിടെ ആരെയും തോൽപ്പിക്കേണ്ട, ഇന്നലത്തെ നിന്നെ മാത്രം തോൽപ്പിച്ചാൽ മതി. ഒരു കാര്യം മാത്രം ഓർക്കണം, ഒരു ദിവസം റിസൾട്ട് വന്നാൽ നിന്നെ അഭിനന്ദിക്കാൻ ഒരുപാട് ആളുകൾ വരും. പക്ഷേ ഇന്ന് പഠിക്കാനിരിക്കുന്ന സമയത്ത് ആരും വരില്ല. അതുകൊണ്ട് എഴുന്നേൽക്ക്, പുസ്തകം തുറക്ക്, നീ പഠിച്ചേ പറ്റൂ. കാരണം നിന്റെ സ്വപ്നത്തിന് വേണ്ടി നിനക്ക് പകരം ആരും പഠിക്കില്ല. Day 4 ചലഞ്ച് പൂർത്തിയാക്കിയവർ കമൻറ്റ് ബോക്സിൽ Day 4 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കല്ലേ. സോ Day 4 ചലഞ്ച് പൂർത്തിയാക്കിയവർ കമൻറ്റ് ബോക്സിൽ Day 4 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കല്ലേ. നാളെ Day 5 വീണ്ടും കാണാം. അതുവരെ നിർത്തരുത്, നീ പഠിച്ചേ പറ്റൂ.